ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പ്രധാന ഉപാധിയായി രാജ്യത്ത് കായിക രംഗം പ്രവർത്തിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ മറ്റന്നാൾ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുരാഷ്ട്ര പര്യടനം പുരോഗമിക്കുന്നു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ വംശജർക്ക് OCI കാർഡുകൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. 10 വർഷത്തിനിടെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയം 28 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി. കേരളത്തിൽ നിപ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിലെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കെതിരെ ബാറ്റിംഗ് പുനരാരംഭിച്ച് ഇംഗ്ലണ്ട്. T20 വനിതാ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പ്രധാന ഉപാധിയായി രാജ്യത്ത് കായിക രംഗം പ്രവർത്തിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 2025 ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിനുള്ള ട്രോഫികളുടെ അനാച്ഛാദനം രാഷ്ട്രപതി ഭവനിൽ നിർവഹിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒരുമിപ്പിക്കാനുള്ള അതുല്യമായ കഴിവ് കായിക മത്സരങ്ങൾക്കുണ്ടെന്നും ശ്രീമതി മുർമു ചൂണ്ടിക്കാട്ടി. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ മറ്റന്നാൾ കേരളത്തിലെത്തും. തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥികളുമായും അധ്യാപകരുമായും ഉപരാഷ്ട്രപതി സംവദിക്കും. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബഹുരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അർജന്റീന സന്ദർശിക്കും. ഇന്നും നാളെയുമായി അദ്ദേഹം വിവിധ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. 57 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അർജന്റീനയിലുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി അർജന്റീനയിലെത്തുന്നത്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ വംശജരായ 6ാം തലമുറ പൌരന്മാർക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയന്ത്രണങ്ങളില്ലാതെ ഇന്ത്യയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ഇന്ത്യൻ വംശജർക്ക് അനുവാദം നൽകുന്നതാണ് OCI കാർഡ്. കരീബിയൻ പ്രദേശത്ത് UPI സ്വീകരിച്ച ആദ്യത്തെ രാഷ്ട്രമായി മാറിയതിന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയെ മോദി അഭിനന്ദിച്ചു. India's unified payments interface or UPI has revolutionized digital payments. Nearly 50% of the world's real-time digital transactions take place in India. I congratulate Trinidad and Tobago for being the first country in the region to adopt UPI. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി മോദിക്ക് നൽകുമെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 10 വർഷത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയം 28 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 30%, നിർമ്മാണ മേഖലയുടെ 35%, കയറ്റുമതിയുടെ 45.73% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയിൽ നിന്നാണെന്നും കേന്ദ്രമന്ത്രി മുംബൈയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ രജിസ്ട്രേഷനിൽ 15 മടങ്ങ് വർധന ഉണ്ടായതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. കേരളത്തിൽ 2 നിപ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗസ്ഥിരീകരണം വരുന്നതിന് മുൻപ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ ബാധ സംശയമുള്ള രോഗികളെ പ്രവേശിപ്പിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പേ വാർഡിലെ ഒരു ഭാഗം അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. 38 ദിവസം നീണ്ടുനിൽക്കുന്ന അമർനാഥ് തീർത്ഥാടന യാത്ര സുഗമമായി പുരോഗമിക്കുന്നു. പഹൽഗാം, ബാൽതാൽ എന്നീ പാതകളിലൂടെയാണ് അമർനാഥിലേക്ക് എത്താനാവുക. പഹൽഗാം റൂട്ടിലൂടെ ഇന്ന് രാവിലെ 3000-ഓളം തീർത്ഥാടകരെയും ബാൽതാലിലൂടെ 7700-ലേറെ തീർത്ഥാടകരെയും കടത്തിവിട്ടതായി അധികൃതർ അറിയിച്ചു. ഉച്ചവരെ 5600 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഏകദിന സന്ദർശനത്തിനായി ഇന്ന് തിരുവനന്തപുരത്തെത്തും. ശ്രീ ഉത്രാടം തിരുനാൾ അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 14ാമത് ബിരുദദാന ചടങ്ങിൽ നാളെ രാവിലെ അദ്ദേഹം പങ്കെടുക്കും. കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിലാണ് ചടങ്ങ്. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ചെന്നൈയിലേക്ക് മടങ്ങും. 2026 ഹജ്ജ് അപേക്ഷകൾ ഒരു ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ സ്വീകരിച്ചു തുടങ്ങുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. ന്യൂഡൽഹിയിൽ നടന്ന ഹജ്ജ് അവലോകന യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അപേക്ഷകരും സമയപരിധിക്കുള്ളിൽ അപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ച മന്ത്രി സമയപരിധിക്ക് മുൻപ് സൌദി അറേബ്യൻ സർക്കാരിൽ പണം അടയ്ക്കണമെന്ന് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിയോട് നിർദ്ദേശിച്ചു. 65 വയസ്സിന് മുകളിലുള്ള തീർത്ഥാടകരെ പരിചരിക്കാൻ ഒരു സഹായി നിർബന്ധമായിരിക്കണമെന്നും റിജിജു കൂട്ടിച്ചേർത്തു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക താമസ സൌകര്യം ഒരുക്കണമെന്ന അഭ്യർത്ഥന സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. सऊदी अरब का सरकार ने कई टाइमलाइन बहुत स्ट्रिक्टली सेट कर दिया है. हज कमेटी ऑफ इंडिया को भी मैंने बता दिया है कि पैसे डिपॉजिट करना होता है सऊदी अरब सरकार को, वो टाइमलाइन जो आखिरी टाइमलाइन होता है उससे पहले सब कुछ पूरा करना जरूरी है. पुरुष और महिला को अलग अलग एकोमोडेशन के लिए जो रिक्वेस्ट आया है उसी प्रकार से हम लोग सुविधा के अनुसार करेंगे. 65 साल से जो ज्यादा वाला हमारे हाजी से उनके लिए कंपेनियन वो मैंडेटरी है. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൌർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സമൂഹമാധ്യമ പോസ്റ്റിൽ അറിയിച്ചു. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിലെ 1ാം ഇന്നിംഗ്സിൽ 3ാം ദിനം ഇന്ത്യയ്ക്കെതിരെ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 1ാം ഇന്നിംഗ്സ് സ്കോറായ 3 വിക്കറ്റിന് 77 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 62 ഓവറിൽ 5 വിക്കറ്റിന് 313 റൺസ് എന്ന നിലയിലാണ്. T20 വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. കെന്നിംഗ്ടൺ ഓവലിൽ ഇന്ത്യൻ സമയം രാത്രി 11:05 മത്സരം. 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ പരമ്പര സ്വന്തമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. വിവിധ രാജ്യങ്ങൾക്ക് അവർ അടയ്ക്കേണ്ട താരിഫുകൾ വിശദീകരിക്കുന്ന കത്തുകൾ അയക്കാനുള്ള പദ്ധതി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ കത്തുകൾ അയച്ചു തുടങ്ങും. സങ്കീർണമായ ചർച്ചകളെക്കാൾ ലളിതമായ വ്യാപാര കരാറുകൾക്കാണ് മുൻഗണനയെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. യുക്രൈനിൽ കനത്ത വ്യോമാക്രമണം നടത്തി റഷ്യ. 330ഓളം ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. ആക്രമണത്തിൽ 23 പേർക്ക് പരിക്കേറ്റതായി അദ്ദേഹം അറിയിച്ചു. അതേസമയം യുക്രൈൻ വിഷയത്തിൽ പുരോഗതിയില്ലാത്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ അംഗീകരിക്കുന്ന ആദ്യ രാഷ്ട്രമായി റഷ്യ. അഫ്ഗാനിസ്ഥാന്റെ പുതിയ അംബാസഡറിനെ റഷ്യ അംഗീകരിച്ചു. ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനൊപ്പം സുരക്ഷ, ഭീകരവിരുദ്ധത, ലഹരി കുറ്റകൃത്യങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ റഷ്യ അഫ്ഗാൻ സർക്കാരിനെ സഹായിക്കുന്നത് തുടരുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സങ്കീർണമായ ദൌത്യങ്ങളിലെ ഇന്ത്യയുടെ വിജയം സായുധ സേനകളുടെയും സർക്കാരിന്റെയും മികച്ച സംയോജനത്തിന്റെ തെളിവാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ സായുധ സേനകളുമായും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ചൈനീസ് ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളായ രോഹിത് വീജിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഡൽഹിയിൽ രോഹിത്തുമായി ബന്ധപ്പെട്ട 5 ഇടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഏജൻസി പരിശോധന നടത്തി. ഹൈദരാബാദിൽ സൈബർ കുറ്റകൃത്യം സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത FIRന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. ഇന്ത്യയിലെ എല്ലാവരുടെയും മതസ്വാതന്ത്ര്യം സർക്കാർ എപ്പോഴും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്നും അത് തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദലൈലാമ എന്ന പദവിയുടെ തുടർച്ചയെക്കുറിച്ച് വിശുദ്ധ ദലൈലാമ നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. എന്നാൽ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഒരു നിലപാടും സ്വീകരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ വടക്കു പടിഞ്ഞാറൻ മധ്യ മേഖലയിൽ അടുത്ത 7 ദിവസം അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, കിഴക്കൻ രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയോദ്ഗ്രഥനത്തിനുള്ള പ്രധാന ഉപാധിയായി രാജ്യത്ത് കായിക രംഗം പ്രവർത്തിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ മറ്റന്നാൾ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുരാഷ്ട്ര പര്യടനം പുരോഗമിക്കുന്നു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ ഇന്ത്യൻ വംശജർക്ക് OCI കാർഡുകൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. 10 വർഷത്തിനിടെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയം 28 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്രമന്ത്രി ജീതൻ റാം മാഞ്ചി.
കേരളത്തിൽ നിപ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കെതിരെ ബാറ്റിംഗ് പുനരാരംഭിച്ച് ഇംഗ്ലണ്ട്. T20 വനിതാ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.